ഒരിക്കൽ ആയിഷ ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിൽ തെറ്റിയപ്പോൾ എന്ത് ചെയ്തു? പ്രശ്നം പരിഹരിക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്സാരമായിട്ട് പരിഹരിക്കാം. ഞാൻ നബിയാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തറിയോ? ആയിഷ വീട് എടുത്ത് വെച്ചു, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു മീഡിയേറ്റർ വെച്ചാലോ, മധ്യസ്ഥ ചർച്ചക്ക് ഒരാളെ വെച്ചാലോ? അപ്പോൾ ആയിഷ ബീവി അത് പറ്റും. എന്നാൽ നമുക്ക് അബൂ ഉബൈദത്തുൽ ജറാഹിനെ വെക്കാൻ പറ്റുമോ? മൂപ്പര് പറ്റില്ല. മൂപ്പരെ ഭയങ്കര ലോല ഹൃദയനാണ്. മൂപ്പര് ഇങ്ങക്ക് അനുകൂലമായിട്ട് നിൽക്കുള്ളൂ, അതുകൊണ്ട് പറ്റൂല. മൂപ്പര് പറ്റൂല പറഞ്ഞു ആയിഷ ബീവി. എന്നപ്പോൾ ആരനെ വെക്കുക? അന്നൊരു കാര്യം ചെയ്യാം, നിന്റെ വാപ്പാനെ പറ്റുമോ? ആരനെ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകളാണല്ലോ ആയിഷ ബീവി. പറ്റുമോ? അപ്പോൾ വാപ്പയാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. വാപ്പയാണെങ്കിൽ ഓക്കെയാണ്, നമ്മൾ സെറ്റാണ്. വാപ്പാനെ വിളിച്ച് അപ്പോൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിൻ്റെ അടുത്ത് പറഞ്ഞ്, ആയിഷ വിഷയം പറഞ്ഞു കൊടുത്തോ, എന്താണ് ഈ പറഞ്ഞു കൊടുത്തത്? അപ്പോൾ ആയിഷ ബീവി വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങളല്ലേ മാപ്പിള, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷയം എങ്ങനെ പറഞ്ഞു കൊടുത്തു? ആരെടുത്ത്? സിദ്ദീഖ് തങ്ങളടുത്ത് വിഷയം പറഞ്ഞു കൊടുത്തു. ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവർക്ക് ആയിഷ ബീവി പെട്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, ഇതിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, അല്ല നിങ്ങളെ വിഷയം പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട് പറയണം, നിങ്ങളുടെ ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ തൂങ്ങിയിട്ട് പറയേണ്ട രീതി പറ്റൂലായിരുന്നു ആയിഷ ബീവി. ഇത് പറഞ്ഞോടുകൂടി ആരെഴുന്നേറ്റ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ആയിഷയുടെ മുഖത്ത് ഒരൊറ്റ അടി അടിച്ചിട്ട്, ആരോടെ നീ നിഷ്പക്ഷത പാലിക്കണം എന്ന് പറയുന്നത്? റസൂലുള്ളാഹിനോടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷ്പക്ഷത പാലിക്കില്ലെങ്കിൽ പിന്നെ ആരെ ഈ ലോകത്തിൽ നിഷ്പക്ഷത പാലിക്കുക? എന്നിട്ട് റസൂലാണോ നിഷ്പക്ഷത പാലിക്കണം എന്ന് പറയുന്നത്? ആയിഷ ബീവി പറയാണ്, ആ അടി കിട്ടിയതോടുകൂടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. ആയിഷ ബീവിയുടെ വസ്ത്രത്തിൽ നിന്ന് ചെറിയ രക്തം വന്നു എന്നൊക്കെ കാണാം. സിദ്ദീഖ് തങ്ങൾ അമ്മാരി അടി അടിച്ചത്. ഇതടിച്ചു ആയിഷ ബീവിക്ക് സങ്കടമായി. അപ്പോൾ റസൂൽ എന്ത് ചെയ്ത്? ഇവർ രണ്ടാളും പ്രശ്നം തീർക്കാൻ വേണ്ടി ഇടയിൽ മധ്യസ്ഥനായി. സിദ്ദീഖ് തങ്ങളെ വിളിച്ചത് ഇവരെ തമ്മിലുള്ള മീഡിയേറ്റർ ആവാനാണ്. അപ്പോൾ ഇവരെ പ്രശ്നം തീർക്കാൻ ആയിഷ ബീവിക്ക് ആവാലോ. ഒന്ന് വാപ്പയാണ്, ഒന്ന് ഭർത്താവാണ്. ആയിഷ ബീവിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. ആയിഷ ബീവിക്ക് ആവാലോ. നേരെ ആയിഷ ബീവി സിദ്ദീഖ് തങ്ങൾ നമ്മുടെ പ്രശ്നം തീർക്കാനായി. അപ്പോൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, എന്നാലും നിങ്ങൾ ചെയ്ത് ശരിയായില്ല, എൻ്റെ ഭാര്യ നിങ്ങൾ തല്ലാൻ പാടില്ല എന്ന് നിങ്ങൾ ഇനി അതല്ല പ്രതീക്ഷിക്കാറുണ്ട്. ആരെടുത്ത് പറഞ്ഞ്? സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തറിയോ? ഇനിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വസ്ത്രത്തിലുള്ള രക്തമൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തു. എന്നിട്ട് ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആയിഷയുടെ അടുത്ത് പറഞ്ഞു, നോക്കാം ഇപ്പം എങ്ങനെയുണ്ട്? നിൻ്റെ വാപ്പ, ഞാൻ അല്ലെങ്കിൽ വാപ്പായിരുന്നു ഇനി അടിയിട്ടീര്, ഞാനല്ല എന്നെ രക്ഷിച്ച്, നമ്മൾ തമ്മിൽ തെറ്റി കിടക്കേണ്ട ആവശ്യമുണ്ടോ? വേണേ മുണ്ടിക്കോ, ഞാനല്ല ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായുള്ളൂ. അപ്പോൾ ആയിഷ ബീവി ശരിയാ, പ്രശ്നം തീർന്ന അവിടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. എത്ര നല്ലതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും തമ്മിലുള്ള സംഭവം. റസൂലുള്ളാഹിക്ക് ഖദീജ ഉമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിർത്തുകയാണേ. ഖദീജ ഉമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വർഷവും ഖദീജ ഉമ്മ വഫാത്തായ ഡേറ്റ് വന്നാൽ ഒരാടിനെ അറുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യും. നമ്മുടെ ആണ്ടുമുതൽ സംഘടിപ്പിക്കണ പോലെ എന്ത് ചെയ്യും? മാംസൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യും. ഇതിങ്ങനെ കാണുമ്പോൾ ആർക്ക് സഹിക്കൂല? ആയിഷ ബീവിക്ക് സഹിക്കൂല. ആയിഷ ബീവിക്കും നിങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടാണ്ടല്ലോ, ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറെ പെണ്ണില്ലാതെ തോന്നുന്നറിയും ആയിഷ റസൂലുള്ളാഹിനോട്. അല്ല ഒരു ദിവസം ആയിഷ ബീവി ചോദിച്ച്, എന്നെ ഒരു സംശയം ചോദിക്കാണ്ട്, എന്തേ ഇതൊക്കെ പഠിച്ചു വെക്കണം നമ്മൾ. ആയിഷ ബീവി ചോദിച്ച്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെന്നെന്ന് ചോദിച്ചു. എൻ്റെ ഉത്തരം എന്താ? ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? ഖദീജാനെയാണോ എന്നെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനേക്കാൾ വളവുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തമാരുടെ എന്താ അറിയും? ആയിഷ, എനിക്ക് നിന്നെപ്പോലെ വേറെ ഒരാളോടും ഇഷ്ടമല്ല എന്നുള്ള മറുപടി കൊടുത്തേ. നിന്നെപ്പോലെ എനിക്ക് വേറെ ഒരാളോടും ഇഷ്ടമല്ല, നിന്നോട് മാത്രമുള്ള ഇഷ്ടം. ആയിഷ ബീവിക്ക് സന്തോഷമായി തുള്ളിച്ചാടി ആയിഷ ബീവി പോയി. സംഭവം റസൂൽ പറഞ്ഞാൽ ശരിയാണല്ലോ. ആയിഷ ബീവിനോടുള്ള ഇഷ്ടം ആയിഷ ബീവിനോടുള്ളൂ, ഖദീജ ബീവിനോടുള്ള ഇഷ്ടം വേറെ ഒരു ഇഷ്ടം ഖദീജ ബീവിനോടുള്ളൂ. പക്ഷേ വളരെ നയതന്ത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അതിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ അനേകം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് മാത്രം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതാണ് ചിലപ്പോൾ ഇതുണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് വസല്ലിം അലൈഹി. യാത്ര മുമ്പ് ഭാര്യമാരൊപ്പം കൊണ്ടുപോകണം.
കൊണ്ടാൻ പറ്റുന്ന സ്ഥലങ്ങൾക്ക്. അതിൻ്റെ ഭാഗമാണ് ആയിഷമ്മനെ കൊണ്ടുപോയത്. നമ്മളിങ്ങനെ ടൂർ പോവുക ഭാര്യമാരെ വീട്ടിലിരുത്താന്നല്ല, ഭാര്യമാരെ കൊണ്ടാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഭാര്യമാരെ കൊണ്ടുപോകണം. അവർക്കിടയ്ക്കൊരു ഔട്ടിങ് ഒക്കെ പോയി കൊടുക്കണം. എരുമപ്പെട്ടി അങ്ങാടി പോയിട്ട് ലൈമും പപ്സും കുടിച്ചു വരുന്ന കാര്യമല്ല പറയണേ. കുറച്ചൊക്കെ ഒരു വിശാലമായൊരു യാത്ര, ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും അവരെയും കൊണ്ട് ഒന്നിങ്ങനെ പുറത്തൊക്കെ പോവുക നല്ലൊരു സ്വഭാവമാണ്. അതൊക്കെ നല്ല രീതിയാണ്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാമ്പത്യ ജീവിതം. ഇനി ഒറ്റ കാര്യോടും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യാവശ്യം തമാശയൊക്കെ പറയായിരുന്നു. ബളബള എന്ന് പറയാന്നല്ല, തമാശയൊക്കെ പറയും. ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മാപ്പിളങ്ങളെ വിളിക്കുന്നുണ്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിൻ്റെ ഭർത്താവോ? ആരാ നിൻ്റെ ഭർത്താവ്? ആ കണ്ണിൽ വെളുപ്പുള്ള ആളല്ലേ നിൻ്റെ ഭർത്താവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പെണ്ണിന് ദേഷ്യം വന്നു. നിൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ വെളുപ്പൊന്നുമില്ല, നിങ്ങൾ എന്തേ പറയണം? നിൻ്റെ ഭർത്താവിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. അല്ല, നിൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ വെളുപ്പുണ്ടല്ലോ. ഈ പെണ്ണ് ഇല്ലാന്ന്, എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ വെളുപ്പില്ല. അപ്പോൾ റസൂൽ ഉണ്ട്, നിൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ വെളുപ്പുണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പെണ്ണിന് ദേഷ്യം വന്നില്ലേ? ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ പെണ്ണിനെ സഹിക്കുകയില്ല, ദേഷ്യം വന്നില്ലേ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, കൃഷ്ണമണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വെളുപ്പില്ലേ? ആ ഉണ്ട്, അതെന്നല്ലേ ഞാനും പറഞ്ഞേ. അപ്പോഴേക്ക് ഈ പെണ്ണോ അവൾ ദേഷ്യപ്പെട്ട് ചൂടാലായി കേട്ടു. പക്ഷേ റസൂലുള്ള ഭയങ്കര സോഫ്റ്റ് ആൻഡ് സിമ്പിൾ ആൻഡ് ഹംബിൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയാണ് അങ്ങനെ. എല്ലാവരും ഇങ്ങനെ ഒരു വലിയ മുഷിപ്പില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ രസിപ്പിച്ച് പോവുക. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ച ഒരു നീതിമാനായ ഭരണാധികാരിയെ കാണാൻ പറ്റും. ബദറിൽ മുസ്ലിമീങ്ങളെ മുഴുവനും വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു യോദ്ധാവിനെ, ധീരനായ യുദ്ധത്തിൻ്റെ പടത്തലവനെ കാണാൻ പറ്റും. ഉഹദിൽ തന്ത്രങ്ങൾ മുഴുവനും മെനഞ്ഞു കൊടുത്ത ഒരു തന്ത്രജ്ഞാനിയെ കാണാൻ പറ്റും. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ, അങ്ങനെ ഏറ്റവും അടിപൊളിയായിട്ടൊരു ഭരണ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുത്തവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം.